ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് മോശയ്ക്ക് ദൈവം നൽകിയ ന്യായവിധിയാണ്. ആവർത്തന പുസ്തകം 32 അധ്യായം 48 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 32 അധ്യായം 48 മുതൽ 52 വരെ. അന്ന് തന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തത്: നീ എരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായിക കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും. എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുകയില്ല. ദൈവം മോശയോട് അരുളിച്ചെയ്തതാണ് നാം വായിച്ചു കേട്ടത്. നെബോ മലമുകളിൽ കയറി കനാൻ ദേശത്തെ നോക്കി കാണുവാൻ മോശയോട് ദൈവം പറയുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസ്രയീം ദേശത്ത് നിന്ന് ഇറങ്ങിത്തിരിച്ച ആരും തന്നെ ഇപ്പോൾ മോശയോടൊപ്പം ഇല്ല. അഹരോനും മരിച്ചു. യോശുവയും കാലേബും അല്ലാതെ ബാക്കി എല്ലാവരും 40 വർഷത്തെ ഈ മരുഭൂമി യാത്രയിൽ പട്ടുപോയി. ദൈവത്തോട് മറുതലിച്ച ആരും വാഗ്ദത്ത കനാനിൽ കയറുകയില്ല എന്നത് ദൈവ നിയോഗമായിരുന്നു. ആവർത്തന പുസ്തകം മോശയുടെ പ്രസംഗമാണ് എന്ന് നമുക്കറിയാം. അന്ന് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശിശുക്കളായിരുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ വെച്ച് ജനിച്ച ഒരു പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ആവർത്തിക്കുന്ന സംഭവങ്ങളുടെ സമാഹാരമാണ് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 50-ാം വാക്യത്തിൽ ദൈവം പറയുന്നു: അഹരോൻ മരിച്ച് ജനത്തോട് ചേർന്നതുപോലെ നീയും ചേരും. ദൈവത്തിൻ്റെ ഈ വിധിയിലും മോശയോടുള്ള ദയ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ ജീവകാലം മുഴുവൻ ഒരു ജനത്തെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നയിച്ച മോശയ്ക്ക് കനാൻ കാണുവാൻ ഒരവസരം ദൈവം കൊടുക്കുന്നു. രണ്ടാമതായി നീ ജനത്തോട് ചേരും എന്ന് പറയുന്നു. ഒരൊറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്കല്ല ദൈവം മോശയെ വിളിക്കുന്നത്, മറിച്ച് ഒരു സമൂഹത്തിലേക്കാണ്. പുതിയ നിയമത്തിൽ മോശ യേശുവിന് മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം. പക്ഷെ മോശ ഒറ്റയ്ക്കായിരുന്നില്ല, ഏലിയാവും ഒപ്പമുണ്ടായിരുന്നു. മോശയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ ഒരു വീടില്ലാത്ത മനുഷ്യനായിരുന്നു മോശ. ജനിച്ചത് അടിമ വീട്ടിൽ, വളർത്തപ്പെട്ടത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ, കുറേ വർഷങ്ങൾ മിസ്രയീമിൽ നിന്ന് ദൂരെ ആരുമറിയാത്ത ഒരു നാട്ടിൽ, പിന്നെ ഇസ്രായേലിനെ നയിച്ച് വീണ്ടും മരുഭൂമിയിൽ. സത്യം പറഞ്ഞാൽ സ്വന്തമായി ഒരു വീടില്ലാത്ത വ്യക്തിയായിരുന്നു മോശ. ദൈവം കൊടുക്കുന്ന ന്യായവിധിയിൽ നീ നിന്റെ ജനത്തോട് ചേരും എന്ന് കൽപ്പിക്കുന്നു. കനാൻ ദേശത്ത് കടക്കയില്ല എന്ന് ദൈവം പറയാനുള്ള കാരണം അതിൻ്റെ 51-ാം വാക്യത്തിൽ നാം കാണുന്നു. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായിക കൊണ്ടും തന്നെ. കാദേശിൽ വെച്ച് ദൈവം മോശയോട് പാറയോട് കൽപ്പിക്കുവാൻ പറയുന്നു. എന്നാൽ മോശ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വെച്ച് പാറയെ 2 പ്രാവശ്യം അടിക്കുന്നു. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം. മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. ഇതാണ് മോശ കനാൻ ദേശത്ത് കടക്കയില്ല എന്ന് ദൈവം പറയുവാൻ കാരണം. മോശയ്ക്കുണ്ടായ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണല്ലോ നാം ഇന്ന് പഠിച്ചത്. കനാൻ ദേശത്ത് കടക്കുവാൻ ദൈവം മോശയെ അനുവദിച്ചില്ല, എങ്കിലും അത് ദൂരത്തു നിന്ന് കാണുവാനും തൻ്റെ ജനത്തോട് ചേരുവാനും ദൈവം മോശയെ അനുവദിച്ചു. അനുസരണക്കേടിന് തക്കതായ പരിണിത ഫലമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തോട് മറുതലിക്കുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല.
ദൈവകോപത്തിൻ്റെ അഗ്നിയിൽ വെന്തെരിഞ്ഞവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എല്ലാവർക്കും ദൈവത്തിൻ്റെ ന്യായവിധി വാസ്തവമായും ഉണ്ട്. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണല്ലോ രക്ഷ. ഈ രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കനാൻ ദേശം ദൂരത്തുനിന്ന് നോക്കി കണ്ടുകൊണ്ട് പർവ്വത ശിഖരങ്ങളിൽ നിൽക്കുന്ന മോശയെപ്പോലെ നാം ആയിത്തീരരുത്. കനാൻ ദേശത്ത് എത്തുവാൻ ദൈവത്തെ പൂർണ്ണമായി നമുക്ക് അനുസരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ അവൻ അധികാരം കൊടുത്തു. വിശ്വസിക്കുന്നവർക്ക് ദൈവം നിത്യജീവൻ്റെ ഉറപ്പും നൽകി കൊടുത്തിട്ടുണ്ട്. ഉറപ്പും ധൈര്യമുള്ളവരായി വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.